ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. നമുക്ക് നോമ്പൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്നാക്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉന്നക്കായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഒരു പ്രയാസം പറയണേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈസി പീസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉന്നക്കായൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് പഴം പുഴുങ്ങിയിട്ട് ഉടക്കുക, അരക്കുക, അതുപോലെ ഫില്ലിങ് വേറെ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട. ഈസിയാണ്. മുട്ടയൊന്നും ഇല്ല കേട്ടോ. മുട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പം 4 അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. കറുപ്പ് കളറായത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടായതാണ് കേട്ടോ. അത്യാവശ്യം പഴുത്ത നല്ല പഴമാണ്. വല്ലാണ്ട് ഉടഞ്ഞ പഴമല്ല. ഈ ഒരു രീതിയിലുള്ളത് ആയിരിക്കണം. ഇനിയിപ്പോൾ അതൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു നെയ്യിലാണ് നമ്മൾ പഴം വാട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാത്രവും ഒരു കയ്യിലും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു സാധനത്തിന് കേട്ടോ. ഇതിൽ കിടന്നിട്ടുള്ള പണി തന്നെയാണ് ഫുള്ള്. വേറെ ഒരു പണിയുമില്ല. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു മുറിച്ച് വെച്ച ആ ഒരു പഴം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരു മീഡിയം തീയിൽ വെക്കുക. ലാസ്റ്റ് കഴിയണ വരെ നമ്മൾ മീഡിയം തീയിൽ തന്നെ വെച്ചാൽ മതി. തീ വല്ലാണ്ട് അങ്ങ് കൂട്ടി വെക്കുക അല്ലെങ്കിൽ കുറച്ച് വെക്കുക ഒന്നും ചെയ്യേണ്ടിയില്ല. എന്നിട്ടിത് പഴം നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പഴം നന്നായിട്ട് വാടി വരണം. നന്നായിട്ട് വേവുക എന്ന് പറയില്ല. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം. അതുവരെയാണ് ഇത് വാട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ആ പഴമൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പാകത്തിലാകണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടയാൻ തുടങ്ങുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പഞ്ചസാരൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പഴം തന്നെയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഴത്തിന് മധുരം കുറവാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഈ ഒരു അളവിലേക്ക് ചിലപ്പം പഞ്ചസാര ആവശ്യമായിട്ട് വരും. ഇനിയിപ്പം ഈ ഒരു മധുരത്തിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, മധുരം വേണ്ട, ഈ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര ഇടുന്നത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നല്ല വലിയ തരിയൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിടുന്നതായിരിക്കും നന്നാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ എന്ത് മധുരം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കലുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നുള്ള് ഉപ്പും ആ ഒരു ഏലക്കായും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ആവുന്ന രീതിയിൽ കേട്ടോ. ആ ഒരു പഞ്ചസാരയൊക്കെ കണ്ടില്ലേ, നല്ല ഇവിടുത്തെ പഞ്ചസാര നല്ല തരി ആയിട്ടുള്ള പഞ്ചസാരമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരിട്ട് ഇളക്കേണ്ടില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആവും. ഇനിയിപ്പോൾ ആ ഒരു ഈ ഒരു പഴം നമ്മൾ ആ ഒരു കയ്യിലോണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഒടിയേ. ഇതൊന്നും ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഇതൊന്നും ഒരുപാട് ടൈം എടുക്കുന്ന പ്രൊസീജിയറേ അല്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഞാൻ ആ ഒരു എല്ലാ പഴവും ആ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലുള്ള ഇതുവരെ പറഞ്ഞ ഒരൈറ്റവും ഞാനിപ്പോൾ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് പറയുന്നതല്ല. അതിൽ കുറച്ച് കൂടെ കുറയോ ഒക്കെ ചെയ്താലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു 3/4 കപ്പ് എന്ന് ഞാനിപ്പോൾ തേങ്ങ പറഞ്ഞത്, അതിനിപ്പോൾ 1 കപ്പ് ഇട്ടാലും ടേസ്റ്റ് കൂടെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 3/4 കപ്പാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കുക. ആ ഒരു പഴത്തിൻ്റെ മിക്സിലേക്ക് ആ തേങ്ങ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതാണ് കണക്ക് കേട്ടോ. അല്ലാണ്ട് ആ തേങ്ങ വേവിക്കുക എന്നുള്ളതല്ല, നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗമായി കണ്ടോ. ആ ഒരു തേങ്ങ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരൊറ്റ കെട്ടായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ മെല്ലെ ഒന്ന് ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ആ പഴം മുറിച്ചിട്ട പാത്രമില്ലേ, അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ സെയിം പാൻ തന്നെ ഒന്നും കൂടെ കത്തിച്ച് കൊടുക്കുക. ആ പാന് കഴുകൊന്നും വേണ്ട. അതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് റവയാണ് എടുത്തത് കേട്ടോ. ഇത് വറുക്കാത്ത റവയാണ്. വറുത്ത റവ ആണെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തത്. അത് എന്നിട്ട് ആ ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് എടുക്കും ഇതൊന്ന് വറന്ന് വരാൻ വേണ്ടി. അത്രയേ ഉള്ളൂ. കരിഞ്ഞു പോകരുത്. എന്നാൽ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകണ വരെ ഒന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല മഞ്ഞായിരുന്നു. ആ ഒരു കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി. ഈ ഒരു രീതിയിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. നിങ്ങൾ വറുത്ത റവ ആണെങ്കിൽ വറക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ 1/4 കപ്പ് റവക്ക് 1 കപ്പ് പാൽ എന്നുള്ള കണക്കിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ പാല് കുറച്ച് കൂടിയാലും നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടിയെന്ന് വെച്ചാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. ഞാൻ 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാണ്ട്. ആ കയ്യിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അത് ഉടയ്ക്കുന്ന സമയത്ത് തന്നെ ഇത് ഇങ്ങനെ കുറുകി വരും കേട്ടോ. നല്ല തീയിലല്ല ഉള്ളത്, മീഡിയം തീയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇത് കുറുകി വരും. ആ കുറുകണതിനനുസരിച്ച് ഒരു വലിയ ബബിൾസ് അങ്ങ് കുറഞ്ഞു വരും. ആദ്യം അങ്ങനെ കാണുന്നില്ലേ, കുറച്ച് വലിയ അടിയിൽ നിന്ന് വരുന്ന ബബിൾസ് ആയിട്ട് ഇങ്ങനെ കാണും. പിന്നെ നന്നായിട്ട് കുറുകിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബബിൾസ് കുറഞ്ഞു വരും. ഇതിപ്പോൾ നന്നായിട്ട് ബബിൾസ് ഉണ്ട് കണ്ടോ. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കണ്ട കേട്ടോ. പഞ്ചസാര നമ്മൾ ഓൾറെഡി ആ ഒരു പഴത്തിൽ ചേർത്ത് ആ ഒരു മധുരം തന്നെ മതി. ഇപ്പോൾ അത് ബബിൾസ് നല്ലോണം വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ ബബിൾസ് വെള്ളം വറ്റുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വരും. വെള്ളം വറ്റല്ല, നമ്മൾ ആ ഒരു റവ പാലിനെ വലിച്ചെടുക്കുന്നതാണ്.
അത് റവൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ ഭയങ്കരമായിട്ട് കൂടിയ പോലെ ആ ഒരു പാലിനെ മൊത്തത്തിൽ ഇത് വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ബബിൾസ് ഒന്നുമില്ല. ഈ ഒരു രീതിയിലായിക്കഴിഞ്ഞാൽ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു റവയും പഴവും നന്നായിട്ട് യോജിച്ച് വരണം. റവ വേറെയും പഴം വേറെയും ആയിട്ട് കാണാൻ പാടില്ല. നന്നായിട്ടെല്ലാം കൂടെ ഒരൊറ്റ ഉരുളായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. അതുവരെ ആ തീ അങ്ങനെ തന്നെ നിന്നോട്ടോ കേട്ടോ. വേഗം വേഗം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒരു മീഡിയം തീയിലാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെ അങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട എല്ലാം കൂടെ ഒരൊറ്റ കട്ടായി. ഇത്രയേ ഉള്ളൂ. നമ്മളിനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിലാകണ വരെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതാ തീയൊക്കെ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഉന്നക്കായി ഉരുട്ടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനും പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ കൊണ്ട് മാറ്റി കുഴയ്ക്കുക ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ മാറ്റി പിന്നെയും കുഴച്ചെടുക്കുക അങ്ങനെ ഒന്നും വേണ്ട. ഇങ്ങനെ ചെയ്താൽ തന്നെ മതി. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഉന്നക്കായി ഉരുട്ടാന്ന് പറയുന്നത് ചിലർ പറയും എല്ലാവർക്കും അറിയണമല്ലേന്ന്. അറിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. കുക്കിങ്ങിലേക്കൊക്കെ കയറി വരുന്ന ആൾക്കാരും പഠിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉന്നക്കായി ഉരുട്ടാന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് പ്രയാസമുള്ള പണിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഈസി ഇതായിട്ടാണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെ ഒരു കുപ്പിൻ്റെ അടപ്പ് എടുക്കുക. അതിലേക്ക് ഒരു കവർ വെച്ച് കൊടുക്കുക. ക്ലീനിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കവറങ്ങ് കളഞ്ഞാൽ മതി. ആ കവർ വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് മാവ് എടുത്തിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് കയ്യിലേക്ക് തട്ടിയാൽ ഈ ഒരു ഷേപ്പിൽ വരും കേട്ടോ. കട്ട്ലേറ്റ് പോലെ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഓയിൽ ഒന്ന് പാനിൽ വെച്ചിട്ട് അപ്പുറം തിരിച്ചും മറിച്ചും എടുത്ത് ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലല്ല ഉണ്ടാക്കുന്നത്. ഞാൻ ഉന്നക്കായി പോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിലൊക്കെ കണ്ട് എണ്ണയും മൈദ ഇല്ലാത്ത ഇത് കാണിക്കണേന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ എണ്ണ തീരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം സ്നാക്സിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചിലപ്പം പൊരിച്ചത് തന്നെ ആയിരിക്കും വേണ്ടി വരാം. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഹെൽത്തൊക്കെ നോക്കിയിട്ട് എയർ ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ ശാലോ ഫ്രൈ ചെയ്തിട്ടും ഒക്കെ എടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ എല്ലാം ഉന്നക്കായി ഞാൻ ഇങ്ങനെയാണ് ഉരുട്ടുന്നത്. അപ്പോൾ ഈ ഉന്നക്കായി പോലെ ഉരുട്ടുന്നതുകൊണ്ട് നമുക്ക് എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. മറ്റേത് ഞാൻ ആദ്യം കാണിച്ച പോലത്തെ പരത്തിയിട്ടോ അല്ലെങ്കിൽ സ്ക്വയറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടാം. അങ്ങനെ ആക്കിയെടുത്താൽ നിങ്ങൾക്ക് നല്ല കട്ട്ലറ്റ് പോലെ കാണാക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിൽ ഒരു സ്പൂൺ എണ്ണ വെച്ചിട്ട് അതിനെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഇത്രയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഈ ഒരു 4 പഴം കൊണ്ട് ഉണ്ടാക്കിയ ഉന്നക്കായാണിത്. ഒരു മീഡിയം സൈസാണ് കേട്ടോ. ഒരുപാട് അങ്ങ് ചെറുതുമല്ല വലുതുമല്ല. ഞാനിപ്പോൾ എണ്ണ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടായി പോയി. ഇതിന് പുക വരാൻ തുടങ്ങിയിട്ടോ. പക്ഷെ അപ്പം കുഴപ്പമില്ല. ഫസ്റ്റത്തെ ഞാൻ അങ്ങ് ഇടുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തീൻ്റെ ആവശ്യമില്ല. അത്രയും നന്നായിട്ട് ചൂടായി പോയിന്. ഇത്ര ചൂടാവണ്ട കേട്ടോ. ഞാൻ രണ്ടാമത്തത് കാണിച്ചു തരാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് തീ കുറച്ചും വെക്കരുത്, ഒരുപാട് അങ്ങ് കൂട്ടിയും വെക്കരുത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇട്ട ഉടനെ തന്നെയാണ് കാണിക്കുന്നത്. ഇത് കട്ട് ചെയ്യേണ്ടിയൊന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം നല്ല തീയിൽ ആയിപ്പോയതുകൊണ്ട് ഇട്ടപാടന്നെ അത് ചോന്നാണ്. അപ്പോൾ ഞാനതങ്ങ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേവാനുള്ള ഒന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ കുറേ നേരം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാനോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല. എല്ലാം വേവിച്ച സാധനമാണ്. പുറം ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ഉന്നക്കായൻ്റെ അതേ ഷേപ്പ് തന്നെയാണ്. ആ ഷേപ്പും ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഉന്നക്കായനെക്കാട്ടിലും കുറച്ച് മുന്നിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ അഭിപ്രായം പറയുക. അല്ലാണ്ട് വെറുതെ കണ്ടിട്ട് പറയരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതെന്ന് വെച്ചാൽ നമ്മളെ ഉന്നക്കായനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ആ ഒരു തേങ്ങയും പഴവും അതുപോലെ തന്നെ മുട്ട അതിൽ ചേർത്തിട്ടേ ഇല്ല. മുട്ട വേണ്ട. പിന്നെ ആ ഒരു റവ അതിലുള്ളതുകൊണ്ട് തന്നെ തീരെ എണ്ണ കുടിക്കൂല. അതിനാണ് നമ്മൾ റവ ചേർക്കുന്നത് കേട്ടോ. റവൻ്റെ ആ ഒരു ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ആ റവ വലിച്ചെടുക്കും, വെള്ളത്തിൻ്റെ അംശം. തീരെ എണ്ണയൊന്നും കുടിക്കൂല. അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചിയൊക്കെ ആണെന്ന് പറയില്ല, അതുപോലെയാണ് കേട്ടോ. അത്രയും സോഫ്റ്റാണ്. ഇത് കണ്ടോ, മുറിച്ച് കാണിച്ചു തരാം. പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല പഴുത്ത പഴം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ആ ഒരു ഉന്നക്കായി ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറൊന്നും ഇതിനില്ല. ആ ഒരു പാനിൽ കിടന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക എന്നുള്ള ഒറ്റ പണിയേ ഇതിനുള്ളൂ. പിന്നെ ഇങ്ങനെ ഉരുട്ടാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതും ഒരു ഓപ്ഷനായിട്ട് കാണിച്ചു തന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മുക്കി പൊരിച്ചിട്ടോ മുക്കാതെ ശാലോ ഫ്രൈ ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് പൊരിച്ചെടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും എന്നും വേണ്ടത് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് അല്ലേ. നമുക്ക് സ്നാക്കായിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നാൻ വേണ്ടിയിട്ടാണോ നോമ്പെടുക്കുക എന്നൊക്കെ ഉള്ള കമൻറ്റൊക്കെ വരാനാവണേ ഉള്ളൂ. ഇൻഷാല്ലാ വരട്ടെ. അപ്പോൾ ശരി, ഇൻഷാല്ലാ അതിനടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.